with water. Sonia, I've become a water bender here in the station, and I've been with this, so you have to see this. Oh. So you can see the water forms a ball in zero gravity because the surface tension of the water itself is actually much stronger now that we don't have gravity up here and actually holds it together. He's got this little tool. It's a water bubble moving tool. I can actually bring this we can bring closer. If I can find the Look at that. That's യെസ്, ഇത്തരത്തിലുള്ള ഓരോ ഘട്ടങ്ങളുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന യാത്രികരുമായി താഴെ ആക്സിയം സ്പേസിന്റെ ചീഫ് സയന്റിസ്റ്റുകൾ സംവദിച്ചിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ സർഫസ് ടെൻഷനൊക്കെ നമ്മൾ ഫിസിക്സിൽ ഭൗതികശാസ്ത്രം പഠിക്കുന്ന പ്രാഥമികമായി ബേസിക്കായി പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ, സീറോ ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ കുമിളകൾ രൂപപ്പെടുന്നത് ഏത് രീതിയിലാണ് എന്ന് കാണിച്ചു തരുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായ ഒരു പരീക്ഷണം. അങ്ങനെ ഈ മൈക്രോ ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ സീറോ ഗ്രാവിറ്റിയുടെ സാധ്യതകൾ, അതിൻ്റെ പ്രത്യേകതകൾ അതെല്ലാം തന്നെ പഠന വിധേയമാക്കുകയായിരുന്നു കഴിഞ്ഞ 18 ദിവസം ഈ ദൗത്യസംഘം എല്ലാം തന്നെ. അതിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദീർഘകാലം ബഹിരാകാശത്ത് താമസിക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഈ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. അവരുടെ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. കാരണം മൈക്രോ ഗ്രാവിറ്റിയാണ്, എപ്പോഴും ഇങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലാണ്, അവർക്ക് ഭാരം അനുഭവപ്പെടുകയില്ല. സ്വാഭാവികമായിട്ടും അവരുടെ പേശികൾക്ക് അതുമായി ഒന്ന് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ പേശികൾക്കുണ്ടാകുന്ന ചില ബലക്ഷയം അത് കുറച്ചു കാലത്തേക്കെങ്കിലും അവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ദീർഘകാലം അത്തരത്തിൽ ബഹിരാകാശത്ത് തങ്ങുന്നവർക്ക് മാത്രമാണ് ആ പ്രശ്നം ഉണ്ടാവുക. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ, എന്താണ് സംഭവിക്കുന്നത്, അതിനെങ്ങനെ മറികടക്കാം, അതിനെന്ത് ഒരു സപ്ലിമെന്റ് നൽകാം, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളാണ് ഇവർ നടത്തിയത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ, സ്റ്റെം സെൽസുമായി ബന്ധപ്പെട്ട നിരവധി പരീക്ഷണങ്ങൾ. കാരണം വളരെ വ്യത്യസ്തമാണ് ബഹിരാകാശത്തെ സ്ഥിതിഗതികൾ. അത് നമ്മുടെ ഭൂമിയുമായി യാതൊരു രീതിയിലും നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ കഴിയുന്നതല്ല, താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾക്കെല്ലാം ആ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. അവിടെ സംഭവിക്കുന്ന വളർച്ച, അതിപ്പോൾ ഒരു സസ്യമാണെങ്കിൽ പോലും അതിൽ സംഭവിക്കുന്ന വളർച്ച, ഏറ്റവും സൂക്ഷ്മമായ അമീബ പോലുള്ള അല്ലെങ്കിൽ ബാക്ടീരിയകൾ പോലുള്ള ഏറ്റവും സൂക്ഷ്മ ജീവികൾക്ക് ഉണ്ടാകുന്ന, സൂക്ഷ്മാണുക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതെല്ലാം തന്നെ ഏറെ പ്രത്യേകത ഉള്ളതാണ്. അതിനെ പഠനവിധേയമാക്കുക വഴി അത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ശാസ്ത്രരംഗത്ത്, പ്രത്യേകിച്ചും മെഡിക്കൽ രംഗത്ത്, ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മറ്റ് പല മേഖലകളിലേക്കും മുതൽക്കൂട്ടാവുന്ന വലിയ സംഭാവനയായി മാറുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങളെ ഏറ്റവും പെട്ടെന്ന് ഭേദമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ പരീക്ഷണങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന, അതിന് ഊർജ്ജം പകരുന്ന ചില കണ്ടെത്തലുകൾ ഈ പരീക്ഷണത്തിലൂടെ അവർക്ക് നൽകാൻ കഴിഞ്ഞേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ കിട്ടിയ എല്ലാ റിസൾട്ടുകളും ഫ്രീസറുകളിൽ സൂക്ഷിക്കുകയും അത് താഴെ ഭൂമിയിലേക്ക് എത്തിക്കുകയുമാണ് ഈ സംഘം ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ നേരത്തെ കണ്ടു 7 പരീക്ഷണങ്ങൾ, 7 പരീക്ഷണങ്ങൾ കൃത്യമായി ISRO നിർദ്ദേശിച്ച പരീക്ഷണങ്ങൾ അത് പൂർത്തിയാക്കിയാണ് ശുഭാംശുവിൻ്റെ മടക്കം. ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയത് മൈക്രോ ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. ഈ മൈക്രോ ആൽഗകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക, അതിന് ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരുപക്ഷെ ഭാവിയിൽ നമ്മളൊരു ഭൂമിക്ക് പുറത്തുള്ള ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് അവിടെ പോകുന്ന ബഹിരാകാശ യാത്രികർക്ക് ഒരുപക്ഷെ ആഹാരമായി മൈക്രോ ആൽഗകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ചില ടെസ്റ്റുകളൊക്കെ പൂർത്തിയാക്കിയാണ് ഈ സംഘം മടങ്ങുന്നത്. പിന്നീട് പ്രമേഹ രോഗികൾക്കുള്ള അവരുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയ്ക്ക് ഉതകുന്ന അല്ലെങ്കിൽ സഹായകമാകുന്ന ചില പരീക്ഷണങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ നിലവിൽ ഈ പ്രമേഹമുള്ള ആളുകൾക്ക് ബഹിരാകാശത്തെ യാത്രികരായി പോകാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പക്ഷേ അത് മറികടക്കാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് അവർ ഒരു പുതിയ എക്യുപ്മെന്റ്, അത് സ്യൂട്രൈഡ് എന്ന് പറയുന്നൊരു ഡിവൈസാണ്, ചില സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. അതുമായിട്ടാണ് അവർ പോയത്. അത് ഘടിപ്പിക്കുക വഴി അത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ, ശരീരത്തിലെ ഗ്ലൂക്കോസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളി ഡോക്ടർ കൂടിയാണെന്നത് മറ്റൊരു അഭിമാനകരമായ കാര്യമാണ്. UAE പരീക്ഷണമായിട്ടാണ് അത് അവിടെ സാധ്യമാക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഈ 60 പരീക്ഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതെല്ലാം തന്നെ മനുഷ്യൻ്റെ ഭാവി ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയ മുതൽക്കൂട്ടാവുന്ന പരീക്ഷണങ്ങളാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ ആ ഘട്ടം ഘട്ടമായി ഇത് പൂർത്തിയാക്കിയാണ് ഇവർ മടങ്ങുന്നത്. ഇനി ഈ
ഭൂമിയിൽ നിന്നും അവിടേക്ക് എത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ശുക്ല സംസാരിച്ചിരുന്നു. അന്ന് ഏറ്റവും ആദ്യം പ്രധാനമന്ത്രി അഭിസംബോധനയ്ക്ക് ശേഷം ഏറ്റവും വളരെ കാഷ്വലായി ചോദിച്ചൊരു കാര്യം, ഇവിടുന്ന് കൊണ്ടുപോയ ക്യാരറ്റ് ഹൽവയൊക്കെ അവിടെ സഹയാത്രികർക്ക് കൊടുത്തു.